ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഉച്ചയൂണ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചോറൊക്കെ വിളമ്പി ഇതിലേക്ക് ഞാനിന്ന് സാമ്പാറാട്ടോ ഉണ്ടാക്കിയത്. സാമ്പാറാകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഞാൻ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇഡ്ഡലി ഓർ ദോശ, എന്തായാലും ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഞാൻ ആവോലി മുളകിട്ടതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാരുക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇത് നല്ല വെയിലാണല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കല്യാണ സാരിയും റിസപ്ഷൻ്റെ സാരിയും പാർട്ടീൻ്റെ സാരിയും ഒക്കെ ഉണ്ടോന്ന് ഉണങ്ങാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അപ്പോഴത്തേക്ക് നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. അപ്പം കൊറിയർ എന്താണെന്ന് നോക്കിയാലോ. പക്ഷേ ഇത് ഞാൻ പൊളിക്കൂല കേട്ടോ. സംഭവം ഒരു പുസ്തകമാണ്. അപ്പം ഏതാണ് ആ ബുക്ക് എന്നുള്ളത് പിന്നെ കാണിക്കാം. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മോനിതാ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ ടൈമായി. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാം കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ടാവില്ല. അപ്പോൾ ചാരുനെയും കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചാരുനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ, ഫുൾ ബ്ലോക്കാണ് നമ്മളെ റോഡിന്, നമ്മളെ ഫ്രണ്ടിൽ തന്നെ. എന്തായാലും ഞങ്ങൾ വേറൊരു കട്ട് റോഡ് വഴിയായിട്ട് പോയി. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എത്തി. പിന്നെ മോനിതാ പൂളിലേക്ക് കയറുകയാണ്. എന്തായാലും ആദ്യം നീന്താനൊക്കെ തുടങ്ങിയിട്ടോ. അവൻ നന്നായിട്ട് ഇപ്പോൾ നീന്തും. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ കുറച്ച് ആളുള്ള ഭാഗത്തേക്കൊക്കെ അവർ നീന്തിക്കുമ്പോൾ നന്നായിട്ട് തന്നെ നീന്താനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവൻ നന്നായിട്ട് നീന്താനൊക്കെ പഠിച്ചപ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞ് ചാരിക്കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ അങ്ങനെ നടന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവൾക്കിങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവൾ അപ്പേൻ്റെ കൂടെ മെല്ലെ നടന്നൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നീന്തൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 2 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് നല്ല ഇരുടായിട്ടുണ്ട്. കുഴപ്പമില്ല, ഞങ്ങൾ വേഗം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നതാണ് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കർ ചിക്കനൊക്കെ ഉണ്ടാക്കി കേട്ടോ. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചപ്പോഴത്തേ ഹൈട്ടൻ കുറച്ച് പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ റെഡിയായി, നമ്മൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം പൊറോട്ടയും ചിക്കനൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ.